കേരളത്തിൽ നിന്ന് കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കും. PBയിലെ 2 വനിതകൾ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാകുന്ന സാഹചര്യത്തിലാണ് കെ ശൈലജയുടെ പേര് സജീവമായി പരിഗണിക്കുന്നത്. ശൈലജ PBയിൽ വന്നാൽ പാർലമെന്ററി രംഗത്ത് പിണറായി വിജയന്റെ പിൻഗാമി എന്ന തരത്തിൽ മുമ്പുണ്ടായിരുന്ന ചർച്ചകൾ വീണ്ടും ഉയർന്നുവരും. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ഈ സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വേദിയിൽ പിണറായി വിജയന് ശേഷം പ്രസംഗിക്കാനായി കെ ശൈലജ എത്തിയപ്പോൾ ഇതെന്തിന്റെ സൂചനയാണ് എന്നിങ്ങനെ ഉറ്റുനോക്കിയിരുന്നു രാഷ്ട്രീയ കേരളം. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അതായത് കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമോ? റോഷ്നി, കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ വരാൻ സാധ്യതയുള്ള വനിതാ നേതാക്കളിൽ ഒന്നാമതുള്ള ആളാണ്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോളിറ്റ് ബ്യൂറോയിലുള്ള 2 വനിതകൾ, ഒന്ന് വൃന്ദാക്കാരാട്ടും മറ്റൊന്ന് സുഭാഷിണി അലിയുമാണ്. ഈ 2 പേരും 75 വയസ്സെന്ന പ്രായപരിധിയുടെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുമെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ വൃന്ദാക്കാരാട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുണ്ടാകുമോ എന്ന സംശയങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ MV ഗോവിന്ദനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു വൃന്ദാക്കാരാട്ടിന് ഇളവുണ്ടാകില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും MV ഗോവിന്ദൻ അത്തരം കാര്യങ്ങളിൽ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും മാധ്യമങ്ങളോട് അക്കാര്യം തുറന്നു പറഞ്ഞതെന്ന് നമ്മൾ വിചാരിക്കണം. സ്വാഭാവികമായും പകരം വനിതകൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരേണ്ടതുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ 3 പേർക്കാണ് പോളിറ്റ് ബ്യൂറോയിൽ വരാൻ ഈ ഘട്ടത്തിൽ സാധ്യത കാണുന്നത്. ഒന്ന് കെ ശൈലജ ടീച്ചർക്കാണ്, മറ്റൊന്ന് മറിയം ദാവളയ്ക്കാണ്, മറ്റൊന്ന് U വാസുകി എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഇതിൽ കേരളം എടുക്കുന്ന സ്റ്റാൻഡ് കെ ശൈലജയ്ക്ക് അനുകൂലമാണെങ്കിൽ ശൈലജ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ ശൈലജയ്ക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ കൊല്ലം പാർട്ടി സമ്മേളനത്തിൽ കെ ശൈലജയുടെ വീണ്ടും ഒരു ഉദയമെന്ന് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. പാർട്ടിയിലെ നേതൃനിരയിലുള്ള ആളുകൾ പോലും പറയുന്നുണ്ടായിരുന്നു. അത് സംഘടനാ റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ആളെന്ന കാര്യം അതിനകത്ത് കെ ശൈലജയുടെ കാര്യത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ആളെന്ന് എഴുതി വച്ചിരുന്നത്. എന്ന് മാത്രമല്ല, സമാപന പൊതുസമ്മേളനം നടന്നപ്പോൾ PB അംഗങ്ങൾ വേദിയിലിരിക്കെ കെ ശൈലജയ്ക്ക് പ്രസംഗിക്കാനുള്ള ഒരു അവസരവും കൊടുത്തു. അത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ഇടയായി. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്ത് പറയുമ്പോൾ കെ ശൈലജ വരാനുള്ള സാധ്യതയാണുള്ളത്. ഇനി ഒരു പ്രതിസന്ധിയുള്ളത് PBയിലേക്ക് കേരളത്തിൽ നിന്നുള്ള കോട്ട 4 പേരാണ്. അതിൽ പിണറായി വിജയനുണ്ട്, MA ബേബിയുണ്ട്, A വിജയരാഘവനുണ്ട്, MV ഗോവിന്ദനുണ്ട്. സ്വാഭാവികമായും ഒരു ഒഴിവ് ഇല്ല എന്നതൊരു പ്രശ്നമാണ്. പക്ഷേ PBയിൽ നിന്ന് 6 പേർ ഒഴിയുമ്പോൾ സംഘടനാ സംവിധാനം ശക്തമായുള്ള പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ഒരാൾക്ക് അധികമായി കൊടുക്കാം എന്നൊരു തീരുമാനം വന്നാൽ, അതൊരു വനിത വേണമെന്നൊരു തീരുമാനം വന്നാൽ കെ ശൈലജ 24ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. റോഷ്നി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും റഹീസ്, നമ്മൾ പറയുമല്ലോ, ഈ മധുരയിൽ നിന്ന് മധുരമുള്ള തീരുമാനങ്ങൾ, അത്തരം വാർത്തകളൊക്കെ പുറത്തു വരട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ റെഡിയാണെന്ന് നമുക്കറിയാം. പ്രേക്ഷകരിലേക്ക് ഓരോ വിവരങ്ങളും തത്സമയം എത്തിക്കാനായി.